ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഹൈദരാബാദി സ്പെഷ്യൽ ഡെസേർട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ലിറ്റർ പാല്, ബ്രെഡ്, കസ്റ്റാർഡ് പൗഡർ, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, ഏലക്ക പൊടിച്ചത്, കാഷ്യൂ നട്ട്സ്. ആദ്യം തന്നെ നമുക്ക് റബ്ദി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് അടി പിടിക്കും. 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാല് തിക്കായി വരണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. പാല് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ചതച്ച ഏലക്ക കൂടി ചേർക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് എല്ലാം ഒന്ന് ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 8 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആയാലും നമുക്ക് എടുക്കാം. ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റബ്ദി ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റബ്ദി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബ്രെഡ് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് ട്രേയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് റബ്ദി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ചെറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മുടെ ഷാഹി ടുക്ഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രീസ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ സൂപ്പർ ടേസ്റ്റി റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.